നടനും BJP നേതാവുമായ G. കൃഷ്ണകുമാറിനും കുടുംബത്തിനുമെതിരെ കേസ്. തട്ടിക്കൊണ്ടുപോകലിന് കേസെടുത്തത് മകൾ ദിയയുടെ സ്ഥാപനത്തിലെ ജീവനക്കാരികൾ നൽകിയ പരാതിയിൽ. ദിയയുടെ സ്ഥാപനത്തിൽ നിന്ന് പണം തട്ടിയെന്ന് കാണിച്ച് ആദ്യം പരാതി നൽകിയത് കൃഷ്ണകുമാർ. ജീവനക്കാരികൾ തെറ്റ് സമ്മതിച്ചതാണെന്നും പരാതി വ്യാജമാണെന്നും കൃഷ്ണകുമാർ. തെന്നല ബാലകൃഷ്ണപിള്ളയ്ക്ക് യാത്രാമൊഴി. KPCC ആസ്ഥാനത്തെത്തി അന്തിമോപചാരം അർപ്പിച്ച മുഖ്യമന്ത്രി. ആദരാഞ്ജലികൾ അർപ്പിച്ച കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും. സംസ്കാരം ഉച്ചയ്ക്ക് ശാന്തി കവാടത്തിൽ. തിരുവനന്തപുരത്ത് വിവാഹ തട്ടിപ്പ് നടത്തിയെന്ന കേസിൽ യുവതി അറസ്റ്റിൽ. വിവിധ ജില്ലകളിൽ നിന്നായി യുവതി കബളിപ്പിച്ചത് 10-ലധികം പേരെയെന്ന് പരാതി. യുവതി പിടിയിലായത് 7ാമത്തെ വിവാഹത്തിന് തൊട്ടു മുൻപ്. അനാഥയാണ് എന്ന് പറഞ്ഞ് പരിചയത്തിലാവുകയും കല്യാണം കഴിഞ്ഞ ഉടൻ മുങ്ങുകയുമാണ് യുവതിയുടെ രീതിയെന്ന് പോലീസ്. പാകിസ്ഥാന്റെ ഭീകര പ്രവർത്തനങ്ങൾക്ക് ഇന്ത്യ മറുപടി നൽകിയ ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയിട്ട് 1 മാസം തികഞ്ഞു. സൈനിക നടപടി നയതന്ത്ര തലത്തിലടക്കം രാഷ്ട്രീയ നേട്ടമായി അവതരിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ. പഹൽഗാമിലെ കൊലയാളികൾ എവിടെയെന്ന് ആവർത്തിച്ച് ചോദ്യമുന്നയിച്ച പ്രതിപക്ഷം. സിന്ധു നദീജല കരാർ പുനഃസ്ഥാപിക്കണമെന്ന് ഇന്ത്യയോട് ആവർത്തിച്ചഭ്യർത്ഥിച്ച് പാകിസ്ഥാൻ. ജലശക്തി മന്ത്രാലയത്തിന് വീണ്ടും പാകിസ്ഥാൻ കത്ത് നൽകി. പ്രതികരിക്കാതെ ഇന്ത്യ. അല്ലാഹു അക്ബർ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.